നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ ആദർശം നയനയും ഭയങ്കര സന്തോഷത്തോടുകൂടി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് കഥയെ മുട്ടുന്ന ശബ്ദം കേട്ടെ. പെട്ടെന്ന് നയന ആദർശനോട് പറഞ്ഞു, ആദർശേട്ടാ ആരോ കഥയെ മുട്ടിയില്ലോ എന്ന് പറയണം. അത് കേട്ടപ്പം ആദർശ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ മാറാന്ന് പറയണ. അമ്മയാന്ന് തോന്നില്ല, അമ്മയാണെങ്കിൽ വിളിക്കണ്ടല്ലേ, മിക്കവാറും അപ്പച്ചി ആരിലും ആയിരിക്കാൻ വഴിയുണ്ടെന്ന് പറയണ. ആദർശ് പെട്ടെന്ന് അവിടെ നിന്ന് മാറി. നയന പോയി കഥ തുറന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും ജലജയാണ് വന്ന് നിൽക്കുന്നത്. എന്താ അപ്പച്ചിന്ന് ചോദിച്ചു. അല്ല മോൾ ഇതിനകത്ത് എന്തെടുക്കുമായിരുന്നു ചോദിക്കുകയാണ്. നയന പറഞ്ഞു, എനിക്ക് എന്തോ നല്ല ക്ഷീണം തോന്നി, അതുകൊണ്ട് ഇച്ചിരി സമയം കിടക്കുമായിരുന്നു. ഓ അതാണല്ലേ, ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടല്ലേ. ഓ എന്ത് ചെയ്യാനാ, ആ ആദർശിനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുന്നതായിരിക്കും. മോളിനെ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദർശിനി ഉടനെ ഒന്നും വരാൻ പോകുന്നു തോന്നില്ല. ഇതൊക്കെ കേട്ട ആദർശകത്തുണ്ടല്ലോ, അവൻ പെട്ടെന്ന് വരില്ലാന്ന് തോന്നി. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഇനി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും കൂടെ ഒരു ദോഷങ്ങളൊന്നും വരുത്തി വെക്കണ്ട. ഒരു കാര്യം ചെയ്യാം, മോൾക്ക് നല്ല ക്ഷീണമെന്നല്ലേ പറഞ്ഞേ, ഞാൻ പോയി കുറച്ച് പാല് തിളപ്പിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞേ, എനിക്ക് പാലൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ? എനിക്ക് നേരത്തിനും കാലത്തിനുള്ള സമയത്തിനും ഒക്കെ ഉള്ളത് എന്റെ അമ്മ എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് തരുന്നുണ്ട്, എനിക്കത് മതി. അല്ലാതെ അപ്പച്ചി എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശൈലജ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? ഞാൻ ബുദ്ധിമുട്ടാതെ പിന്നെ എങ്ങനെയാ ശരിയാവുന്നേ? അതെ, ഏട്ടത്തി എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ, ഞാൻ തന്നെ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന്, അടുക്കള ജോലികളൊക്കെ ചെയ്യാനെന്ന്. അതെ, അടുക്കള ജോലികളൊക്കെ അപ്പച്ചി ചെയ്താൽ മതി, എനിക്കുള്ള കാര്യങ്ങളൊക്കെ എന്റെ അമ്മ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഓ ഇനിയിപ്പൊ ഞാൻ ഉണ്ടാക്കി തരുന്നതിൽ വിശ്വാസമൊന്നും ഇല്ലായിരിക്കൂലേ, ഞാൻ അതിനകത്ത് വല്ലതും കലക്കുന്നോർത്തായിരിക്കും മോൾക്ക് ഇത്ര വലിയ വിഷമം. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിന് ഒന്നും കലക്കാനൊന്നും പോകുന്നൊന്നുമില്ല, അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാണെന്ന് ഞാൻ ശ്രമിക്കില്ല എന്ന് പറയണം. അത് കേട്ടപ്പം നയന പറഞ്ഞു, തൽക്കാലത്തേക്ക് അപ്പച്ചി എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ട, ഒന്ന് പോയി തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. കാരണം നയനക്കറിയാം, ഇനി പാല് കാച്ചിക്കൊണ്ട് ഈ മുറിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദർശനെ കണ്ട അതും പ്രശ്നമാവും. അങ്ങനെ ജലജ അങ്ങോട്ട് പോവാണ്. ആ സമയം നയന മുറിയിലേക്ക് വന്നിട്ട് കഥ അടച്ചിട്ട് ആദർശനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, ഞാൻ കേട്ടുമല്ല എന്ന് പറയണം. അപ്പച്ചിയുടെ മനസ്സിലിരിപ്പ് കണ്ടോ, ഞാനിപ്പോഴും ജയിലില്ലാന്നോർത്ത് സന്തോഷിച്ചിരിക്കുക. അതേ ആദർശേട്ടാ, ആ സന്തോഷം ആ മുഖത്ത് കാണുന്നുണ്ട്. പക്ഷേ അത് പുറമെ അത്ര പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം, ഉള്ളിൽ ചിരിച്ചോണ്ടാ സംസാരിക്കുന്നത്. ആദർശേട്ടൻ വരില്ലേ എന്ന് മാത്രം അവരുടെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് ദിവസം കൂടെ അങ്ങോട്ട് പോട്ടെ, എത്ര ദിവസം പോകും നമുക്ക് കാണാലോ, അവരുടെ സന്തോഷം നമുക്കിരുന്ന് കാണാന്നൊക്കെ പറയാണ്. പിന്നീട് ജലജ നേരെ അബിയുടെ അടുത്തേക്ക് വന്നു. അബിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എന്റെ എടാ അബി, ആ നയനയുടെ മുഖം കണ്ടു കഴിയുമ്പത്തേനും എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാവോ, ആദർശിനി ഉടനെ ഒന്നും വരാൻ പോകുന്നില്ലല്ലോ. അത് കേട്ടപ്പോ അബി പറഞ്ഞേ, ഇനിയിപ്പം വരാനൊന്നും പോകുന്നില്ല എന്ന് പറയണം. ഓ ഇത്ര സന്തോഷം ഈ അടുത്ത കാലത്തെങ്കിലും എനിക്ക് ഉണ്ടായിട്ടില്ല. അവരുടെ മുമ്പിൽ പോയി സന്തോഷിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രമാ. അത് കേട്ടതും അബി പറഞ്ഞു, അമ്മ അധികം സന്തോഷിക്കുവൊന്നും വേണ്ട. എടാ, സന്തോഷിക്കുന്ന സമയത്ത് നമ്മൾ സന്തോഷിച്ചല്ലേ മതിയാവുള്ളൂ. അവനിട്ട് നല്ല പണിയല്ലേ കിട്ടിയിരിക്കുന്നേ. എന്താണെങ്കിലും അവനിട്ട് മാത്രമല്ല, ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കിട്ടും പണിയാ കിട്ടിയിരിക്കുന്നേ. ഈ സമയം അബി പറഞ്ഞു, അല്ല ഇനി എന്താണെങ്കിലും ഒരു 5-8 മാസം കഴിയാതെ ആദർശ് വരത്തില്ല. അതിനുള്ളിൽ തന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞങ്ങോട്ട് പോയിക്കോളും. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും കൂടെ അങ്ങോട്ട് പോകണം, അങ്ങനെയാണ് സമാധാനമായി. ശൈലജ പറഞ്ഞു, അതെങ്ങനെയല്ലൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനെന്ന് പറ, ഞാൻ ഉണ്ടായിക്കൊണ്ട് കൊടുക്കുന്നൊന്നും അവൾക്ക് വേണ്ടാന്ന് അവളുടെ അമ്മായിമ്മ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന്. സാരമില്ല, ഒരവസരം കിട്ടും, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ കളഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇതേ സമയത്ത് അനി പുറത്തേക്ക് പോവാണ്. വഴിക്ക് വെച്ച് നവീനെ കാണുവാണ്. നവീന അനിയുടെ അടുത്തേക്ക് വന്നു. അനിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താടാ അനി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ നന്ദുവിനോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു. അനി പെട്ടെന്ന് പറഞ്ഞു, അതേടാ എനിക്കത് അവളോട് സംസാരിക്കാൻ പറ്റിയില്ല, പിന്നീട് എനിക്ക് അങ്ങോട്ട് പോകാനോ വിളിക്കാനൊന്നും പറ്റിയില്ല എന്ന് പറയണം. നവീൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് പോകുന്നുണ്ട്, അവളെ കാണുന്നുണ്ട്, അവളുടെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അനി പറഞ്ഞു, അത് പ്രശ്നമില്ല, നീ പോയിക്കോ, പോയി കണ്ട് സംസാരിച്ചോളാനൊക്കെ പറയാം, അങ്ങനെയല്ല എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. നവീൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അവളുടെ വീട്ടുകാർക്ക് സമ്മതക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഞാനും അവളും കൂടെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവളുടെ വീട്ടുകാർക്ക് എതിർപ്പൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ എന്റെ വീട്ടുകാരുടെ കാര്യം, അത് പിന്നെ നീയും നിന്റെ മുത്തശ്ശനൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കില്ല എന്നൊക്കെ ചോദിക്കുക. നന്ദുവിനെ പോലെ ഒരു നല്ല പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ടാ എന്റെ ജീവിതം സുരക്ഷിതമായിരിക്കുന്നു. അത് മാത്രമല്ല, എന്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന അവളെനിക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ എൻ്റെ അമ്മയെ എങ്ങനെയാണെന്ന് പറഞ്ഞൊക്കെ സമ്മതിപ്പിച്ചാൽ മതി. അപ്പോഴേക്കും അനിയുടെ മുഖമൊക്കെ അവിടെ മാറി. എന്താടാ, എന്ത് പറ്റിയെന്നൊക്കെ നവീൻ ചോദിച്ചു.
ഒന്നുമില്ലടാ എന്ന് പറയണ. എടാ എന്നെ എത്രയും പെട്ടെന്ന് നീ അവളോടൊന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നിനക്ക് പറ്റില്ലെങ്കിൽ നീ പറഞ്ഞേരെ, ഞാൻ വേറെ എന്തെങ്കിലും വഴി കണ്ടോളാം, ഒന്നെങ്കിൽ ഞാൻ സംസാരിച്ചോളാം, അല്ലെങ്കിൽ ആരെ കൊണ്ടേലും സംസാരിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അനി പറഞ്ഞു, അതൊന്നും വേണ്ട, അവളുടെ കാലേക്കൊന്നും ഭേദമാവട്ടറ, അങ്ങോട്ട് ചെന്ന് സംസാരിക്കാന്ന് വെച്ചാൽ അത് ശരിയായിട്ടുള്ള കാര്യമാണോ? അവളുടെ വീട്ടിൽ ചെന്ന് സംസാരിക്കാന്ന് വെച്ചാൽ അവളുടെ കാലൊക്കെ ശരിയായി വന്നു കഴിയുമ്പം ഞാൻ അവളോട് നേരിട്ട് സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ശരി ശരി എങ്കിൽ അങ്ങനെ ആട്ടെ എന്നൊക്കെ പറയണം. നവീൻ പോയി കഴിഞ്ഞപ്പത്തിന് എനിക്ക് ടെൻഷനായി. എങ്ങനെ ഈ നൂലാമലൊന്നും ഒഴിവാക്കി വിടും? ഇവനാണെങ്കിൽ പോന്നുമില്ല, ചുറ്റിയ പാമ്പ് കടിച്ചേ തീരുള്ളെന്ന മട്ടിലാണ്. ഇനി എങ്ങാനും ഇവൻ ചെന്ന് ആന്റിയോടും അങ്കിളിനോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ ഈ വിവാഹത്തിന് സമ്മതിക്കും. അവർക്ക് നവീനെ ഭയങ്കര ഇഷ്ടമാണ് താനും. തന്റെ കാര്യം കട്ടപ്പുകയാവും. അങ്ങനെ വന്നാൽ നന്ദുവിനെ എതിർക്കാനും കൂടെ പറ്റത്തില്ല. കാരണം നവീൻ നല്ല ചെറുപ്പക്കാരനാണ്. അപ്പം നവീൻ എന്താണേലും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാനും പോകുന്നില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തേനും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഇനി മുന്നോട്ട് എങ്ങനെയാവും എന്താവും എന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നവ്യ നയനയുടെ അടുത്തേക്ക് എല്ലുവാണ്. നയനയുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, നിന്റെ സങ്കടം ഒന്നും ഇതിട്ട് മാറിയില്ലേ? ഒന്നാമത്തെ കാര്യം, നീ പ്രഗ്നന്റ് ആയാലും നയനെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ആദർശ് എന്തായാലും വരാൻ പോകുന്ന എനിക്ക് തോന്നില്ല. ജയിലിലല്ലേ, കുറച്ചു നാൾ എന്തായാലും ജയിലിൽ കിടക്കും. ഇവിടുത്തെ പോലെയൊന്നും അല്ലല്ലോ ഗൾഫിലെ ജയിലിലെ കാര്യങ്ങളൊക്കെ, ഭയങ്കര സ്ട്രിക്റ്റ് ആന്ന് പറയണം. അപ്പോഴേക്കും നയന പറഞ്ഞു, എന്റെ ആദർശേട്ടൻ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ആദർശേട്ടൻ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ആദർശേട്ടൻ വരുമെന്ന് പറയാം. പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല പോലും. അയാൾ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ ആരാ തെറ്റ് ചെയ്തിരിക്കുന്നത്? അയാൾക്കുള്ള ശിക്ഷയെ കിട്ടിയിരിക്കുന്നത്. നല്ല പണിയല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെ നീ ഒരു കാര്യം ചെയ്യ നവീച്ചി, നീ നിന്റെ ഭർത്താവിന്റെ കാര്യം നോക്കിയാൽ മതി. എന്റെ ഭർത്താവിന്റെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം. അങ്ങനെയാണോ? എന്റെ ഭർത്താവ് ജയിലിൽ കിടന്ന സമയത്തെ നിനക്കൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു. നീ നിന്റെ അമ്മയൊക്കെ ഇവിടെ സന്തോഷിക്കുകയല്ലേ ചെയ്തേ? നയന പറഞ്ഞു, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ലായിരുന്നു. തെറ്റ് ചെയ്ത ആരാണെങ്കിലും അതിനുള്ള ശിക്ഷ കിട്ടണം. അഭി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അഭിക്ക് കിട്ടും. അത്രമാത്രം ഞാനും ഇവിടെ ഉള്ളവരും കരുതുന്നുള്ളൂ. അല്ല നവ്യേച്ചി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല എന്ന് പറഞ്ഞു. നവ്യ പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ട. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ആദർശിനെ പോലെ എടുത്തന്നെ തലയെ ചുമന്നോട് നടക്കുന്ന പോലെയല്ലേ നീയ. പിന്നെ അത് മാത്രമല്ല, എങ്ങോ കിടന്ന ആ ചന്തു എന്ന് പറയുന്ന പെങ്കൊച്ചിനെ സ്വന്തം മോളായിട്ട് അംഗീകരിച്ച് കൂടെ കൊണ്ട് നടക്കുമല്ലേ. ഇതിന് നിന്നെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. അപ്പോഴേക്കും നയന പറഞ്ഞു, ആയിക്കോട്ടെ, നവീച്ചൊരു കാര്യം ചെയ്യുക, നവീച്ചയുടെ ഭർത്താവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ നവ്യേച്ചി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നവ്യേച്ചിക്ക് ശരിയാന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കൽ എന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ നവ്യേച്ചി ഇതൊക്കെ തിരുത്തി പറയേണ്ടതായിട്ട് വരും ഞങ്ങളോട്, എന്നോടും ആദർശനോടും ഒക്കെ. അന്ന് നമുക്ക് കാണാം, അന്ന് ഇങ്ങനെ തന്നെ നവ്യേച്ചി പറയണം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നവ്യ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് നയനൊന്ന് ഇരുത്തി നോക്കിയിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. അവി അവിടെ ഫോണിലകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നവ്യ എന്നിട്ട് പറഞ്ഞു, എനിക്കാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നല്ല സംശയമുണ്ട് അബി എന്ന് പറഞ്ഞു. എന്ത് സംശയം? അല്ല ഇപ്പോഴും നയന പറയുന്നേ ആദർശ് തെറ്റൊന്നും ചെയ്തിട്ടില്ല, ആദർശ് പുണ്യാളനാന്ന, അവനെ പുണ്യാളനാക്കാനായിട്ടാ നയനെ ശ്രമിച്ചുകൊണ്ടിരിക്കണേ. അത് മാത്രം എനിക്ക് മനസ്സിലാകാത്ത കാര്യം. അപ്പോഴേക്കും അബി പറഞ്ഞു, നീ പിന്നെ വഴക്കുണ്ടാക്കാൻ പോയെന്ന് ചോദിക്കുക. ഞാനെന്തിനാ വഴക്കുണ്ടാക്കാൻ പോന്നേ? അല്ല എനിക്ക് അറിയത്തില്ലാഞ്ഞിട്ട് കാര്യമാ. ഇവിടെ അമ്മയാണെങ്കിലും നീ ആണെങ്കിലും ഇവിടെ കിടന്ന് നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നിനക്കൊക്കെ അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇവിടെ കിടന്ന് ഇങ്ങനെ ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ? പറഞ്ഞു കഴിയുമ്പത്തേനുമോ എന്തേലും ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടെ പറയും, ഈ കുടുംബത്തിലുള്ള എല്ലാരും അല്ലെങ്കിൽ നിങ്ങളെ പഴിക്കും, ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നൊക്കെ. അങ്ങനെ പേടിച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും അബി പറഞ്ഞു, നവിയെ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ. ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ മാത്രം മതി. പിന്നെ അങ്ങനെ ഞാൻ അത് കേട്ടില്ലെന്നും പറഞ്ഞ് നടിച്ചു മുന്നോട്ട് പോണല്ലേ. എന്നെ അതിനൊന്നും കിട്ടത്തൊന്നുമില്ല. അല്ല എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. നിന്റെ ഈ പരിമലൊക്കെ കണ്ടിട്ട് സത്യം പറ, ആ ചന്തു എന്ന് പറയുന്ന പെങ്കൊച്ച ഇനിയിപ്പോ നിന്റെ കുട്ടിയെങ്ങാനോ ആണോന്ന് ചോദിക്കണം. അത് കേട്ടപ്പോ അബി ഒരു നിമിഷം ഞെട്ടി. സത്യം പറയടാ. അല്ല ആദർശ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ആണയിട്ട് പറയുന്നുണ്ട് നയന. അപ്പൊ അതിനർത്ഥം പിന്നെ ആരാ? അനി എന്താണെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് തോന്നില്ല. പിന്നെ നീയാ ഉള്ളത്. നിന്റെ കുട്ടിയെങ്ങാനും ആണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും അബി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നീ എന്തൊക്കെയാ നവിയെ പറയണേ? ആരെങ്കിലും എന്തേലും പറഞ്ഞു നോർത്തോണ്ട് നമ്മളെ രണ്ടുപേരും തെറ്റിക്കാനായിട്ട് അവർ മാക്സിമം നോക്കും. ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന. എന്നിട്ടോ അതെല്ലാം കേട്ട് ഇനിയിപ്പം നവ്യ പറഞ്ഞു, അല്ല എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. നാളെ ഒരു കാരണവശാലും അങ്ങനെ അറിയാൻ പാടില്ല. അറിയാലോ, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെ പിന്നെ നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാകത്തില്ല. അതും പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയം അബി ആകെപ്പാടെ ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ്. അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു കാര്യം മനസ്സിലായി, എങ്ങാനും ഇവളാ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിതം കട്ടപ്പോകാം.
പിന്നെ തനിക്കൊരു ജീവൻ പോലും ഉണ്ടാകത്തില്ല. തന്നെ മിക്കവാറും കൊന്നു കൊല വിളിക്കുകയുള്ളെന്നുള്ള കാര്യം അഭിക്ക് ഉറപ്പായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.